വേഗത്തിൽ ദൈവം നൽകി തന്ന ഒരു ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിപ്പാനായിട്ട് കർത്താവ് ശരണപ്പെടുന്നു. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാമത്തെ വാക്യം എടുത്താണ്. യോഹന്നാന്റെ സുവിശേഷം 12:24. John chapter 12 verse 24, it says, "Truly, truly, I say unto you, unless a grain of wheat falls into the earth and dies, it remains alone. But if it dies, it bears much fruit." ആമേൻ. വളരെ പ്രാർത്ഥനയോടെ ദൈവമക്കൾ ദൈവസന്നിധിയിലായിരിക്കണം. Let us be with a prayerful heart in the presence of God. നമ്മുടെ കൊച്ചു സഹോദരിമാരെല്ലാം ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾ പെയിന്റിങ്ങും കളറിങ്ങും ആയിട്ടൊന്നും പോകരുത്. നിങ്ങളെല്ലാവരും ദൈവം സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കാനായിട്ട് പ്രത്യേകം ഓർപ്പിക്കും. കൊച്ചു അച്ചാച്ചന്മാർ എല്ലാവരും ഉണ്ടല്ലോ. നിങ്ങൾ ആരും ഇനിയും ഓടിപ്പോകരുത്. വേഗത്തിൽ ദൂതിലേക്ക് പ്രവേശിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പുറകിരിക്കുന്നവർ, മീഡിയ ടീം എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കാനായിട്ട് ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. കഴിഞ്ഞ 3 ദിവസക്കാലം നമുക്ക് വർഷപ്പ് പ്രാർത്ഥന ഉണ്ടായിരുന്നു. പലവിധമായ ചിന്തകളിലൂടെ ദൈവത്തിൻ്റെ ആത്മാ നമ്മൾ നടത്തുവാനായിട്ട് ഇടയായി തീർന്നു. The last 3 days we were having our fasting prayer, and in those days God has been leading us in various dimensions. Praise the Lord. കേട്ടവർക്കും വന്നവർക്കും ധ്യാനിച്ചവർക്കും മാത്രമേ അത് മനസ്സിലായിട്ടുള്ളൂ. Only those who came, only those who listened and received from the Holy Spirit are able to understand what I just mentioned. സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ പറഞ്ഞു നിർത്തിയ ഒരു ഭാഗത്തു നിന്നാണ് ഞാൻ ഇന്ന് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നത്. I'm starting this portion from where I ended last evening. ആത്മാവിൽ വിതയ്ക്കണം. We should sow in spirit. ജഡത്തിന്റെ വിത ഒരു വശത്തുണ്ട്. There is the sowing in flesh on one side. ജഡത്തിൽ വിതയ്ക്കപ്പെട്ടത് കൊണ്ട് അനേക സഭകൾ അനേക തലമുറകൾ എവിടെയൊക്കെയോ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. Because many churches and generations were sown in flesh, they are still in bondage. ഈ തലമുറയിൽ നമ്മളെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് ആത്മാവിൽ വിതയ്ക്കുവാൻ സഭ തയ്യാറാകണം. In this generation, Holy Spirit is inviting all of us to sow in spirit. ഇവിടെ ഒരു ഗോതമ്പ് മണിയുടെ വിഷയമാണ് പറയുന്നത്. Here the word of God is focusing on a single grain of wheat. 12-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം സ്തോത്രം. അത് നമ്മൾ വായിച്ചു വരുമ്പോൾ ഏതാണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോട് അടുത്ത് വരുന്ന ഒരു സമയമാണ്. John chapter 12, if we meditate on the portion, we can see that it is coming closer to the description about the crucifixion of Jesus. യേശുവിന്റെ മരണം അടക്കം ഉയർത്തെഴുന്നേൽപ്പ് വളരെ സിമ്പിളായി ഒരു ഉപമയിലൂടെ കർത്താവ് വെളിപ്പെടുത്തി തരികയാണ്. And Jesus is revealing to us using a simple metaphor about his death, his crucifixion and the resurrection. യേശുവിന്റെ ജീവിതം തന്നെയാണ് പറയുന്നത്. ഇപ്രകാരം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുക. അത് മാത്രമല്ല, അവനെ അനുഗമിക്കുന്നവർ ഇങ്ങനെ തന്നെ ഒരു ജീവിതത്തിന് വേണ്ടിയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. And here Jesus is portraying his own life in these portions about dying, about getting buried and getting resurrected. And Jesus is expecting his followers and his disciples to have the same experience in their life. വളരെ ഫലം കായ്ക്കണമെങ്കിൽ, വളരെ വിളവുണ്ടാകണമെങ്കിൽ സ്തോത്രം നാം ചാകണം. To bear much fruit, to bring much produce, then we should die. എന്ന് വെച്ചാൽ നമ്മളിൽ ചിലതൊക്കെ മരിച്ചാൽ മാത്രമേ ഏറ്റവും ഫലപ്രദമായത് കിളിർക്കത്തുള്ളൂ. What it means is that unless certain things in our life dies, there will not be new sprouts happening in our life. യേശു എന്ന ഗോതമ്പ് മണി നിലത്തു വീണ് സ്വത്രം മരിച്ചത് കൊണ്ട് അനേക ആയിരങ്ങൾ ആ ക്രൂശിലൂടെ കർത്താവിനെ അറിയുവാനും നിത്യതയ്ക്ക് അവകാശികളാകുവാനിടയായി തീർന്നു.
because Jesus, the grain of wheat, fell into the ground and died. Because Jesus died, he was crucified. Many came to know about the salvation, and there are many who came into newness of life. അവൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് വളരെ ഫലം കായ്ക്കണമെന്ന്? How many of you desire that I want to bear much fruit? അവൻ പ്രയോജനപ്പെടണം എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? How many of you desire that I want to be useful? ആർക്കെങ്കിലും ഒക്കെ ആശ്വാസമായി തീരണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? How many of you desire that I want to be a comfort for others? അവൻ ഈ ലോകത്തിന് വേണ്ടി നമ്മളെയല്ല, നമ്മളിലൂടെ യേശു വെളിപ്പെട്ടു വരണം. The world does not need you and me, but the world should see the presence of Jesus revealed through our life. അവൻ നമ്മുടെ വാക്കുകളല്ല വേണ്ടിയത്, നമ്മളിലൂടെ യേശു സംസാരിക്കണം, നമ്മളിലൂടെ ദൈവശബ്ദം ജനം കേൾക്കണം. It is not our words that the world should hear, but the world, the people should hear the word of God, the voice of Jesus through our voice, through our talk, our conversation. അപ്പോൾ അതിന് നാം എന്ത് ചെയ്യണമെന്നുള്ളത് ഈ ഒരു വാക്യത്തിൽ നിന്നുകൊണ്ട് ചില ചിന്തകൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. To facilitate that, what we should do, we are trying to explain that by focusing on this verse. യേശു ഒരു ഗോതമ്പ് മണിയായി മാറിയതുപോലെ അല്പസമയം നമ്മളും ഓരോ ഗോതമ്പ് മണിയായി ഒന്ന് മാറുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. Just like Jesus became that single grain of wheat, for a moment let us also imagine that we are also a single grain of wheat. അപ്പോൾ ആദ്യം ഈ വിളവ് വളരെ വിളവ് നന്നായി ഫലം കായ്ക്കണമെങ്കിൽ ഒന്ന് സംഭവിക്കേണ്ടത് ആ വിത്ത് വീഴണം. So first of all, if that grain of wheat needs to bear much fruit, the very first thing that should happen is that it should fall. ഗോതമ്പ് മണി നിലത്ത് വീഴണം. It should fall on the ground. നമ്മൾ ഓരോരുത്തരുമാണ് ഇപ്പോൾ ഗോതമ്പ് മണിയായി ഇന്ന് പകൽ അല്പസമയം ഇതുമായി സഞ്ചരിക്കാൻ പോകുന്നത്. So today we are the people who are the grain of wheat. അപ്പോൾ ശ്രദ്ധിച്ചാട്ട്, നമ്മളിൽ വളരെ ഫലം കായ്ക്കണമെങ്കിൽ നല്ലൊരു വിളവെടുപ്പുണ്ടാകണം. ഒന്ന്, ദൈവത്തിന് മുൻപാകെ വീഴുവാൻ നാം തയ്യാറാകണം. So if we need to be bearing fruit or producing much produce to be fruitful for the kingdom, then we should be ready to fall before the presence of God. ചാക്കിനകത്ത് ഒരു പാത്രത്തിനകത്ത് വിത്ത് കെട്ടിവെച്ച് ഇരുത്തിയാൽ ഒരു പ്രയോജനമില്ല. എന്നാൽ അത് നിലത്ത് വീഴുമ്പോഴാണ് മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നത്. If the wheat, if the grain remains in a sack or in a vessel, there is no benefit of it in being that sack or vessel. Unless it falls on the ground, it will not bear fruit. വീഴുക എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ സമർപ്പിക്കുക, നമ്മളെ തന്നെ താഴ്ത്തുക, ദൈവത്തിന് മുൻപാകെ പ്രാർത്ഥനയോടെ അനുസരണത്തോടെ ദൈവകൃപയോടെ നമ്മളെ തന്നെ ദൈവത്തിന് മുൻപാകെ സമർപ്പിക്കുന്നതാണ് വീഴുക എന്ന് പറയുന്നത്. What it means by falling in the presence of God is all about surrendering before the God. It's all about humbling before the God. It's all about surrendering with a prayerful attitude before God. സങ്കീർത്തനങ്ങൾ പറയുന്നു, വരുവിൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. In the Psalms it says, let us come and bow down before the Lord Almighty who have created us. ഇന്ന് പകൽക്കാലം ആ ഒരു മനോഭാവം നമ്മുടെ അകത്തുണ്ടായിരിക്കണം. Today morning that attitude should be within us. നമുക്ക് കഴിവ് കാണും, പ്രാപ്തി കാണും, പലതും നമ്മുടെ മുൻപിൽ കാണും. പക്ഷെങ്കിൽ ദൈവം നമ്മളെ ഉപയോഗിക്കണമെങ്കിൽ ദൈവത്തിന് മുൻപാകെ എന്നും വീഴുന്ന, ദൈവത്തിന് മുൻപാകെ എന്നും കുനിയുന്ന, മുട്ടുകുത്തുന്ന, സമർപ്പിക്കുന്ന ഒരു വ്യക്തിത്വത്തിൽ കൂടി മാത്രമേ വളരെ ഫലം കായ്ക്കുവാൻ കഴിയത്തുള്ളൂ. We might have many skill set in our life, we might have many talents, but for God to use each and every one of us, we should have that attitude of surrender, attitude of humbleness. Unless we kneel down before God, unless we surrender before God, God will not be able to use us. വെളിപ്പാട് പുസ്തകം 4:10 നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, മൂപ്പന്മാർ തങ്ങളുടെ കിരീടങ്ങളെ എല്ലാം താഴെയിട്ടിട്ട് കുഞ്ഞാട് നീ യോഗ്യനെന്ന് പറഞ്ഞ് അവരെ മുൻപാകെ വീഴുവാനിടയായി തീർന്നു.
In Revelation chapter 4 verse 10, we can see that the elders fell down before the Lord Almighty and worshipped him, saying that you are worthy and you're holy. Praise the Lord. ഇന്ന് കിരീടങ്ങളൊക്കെ നല്ലതാണ്, പദവികളൊക്കെ നല്ലതാണ്, കഴിവുകളൊക്കെ നല്ലതാണ്. എന്നാൽ ദൈവത്തിന് മുൻപാകെ സകലതും താത്തുവെച്ച് സകലതും മാറ്റിവെച്ചിട്ട് ആമി കുഞ്ഞാട് നീ യോഗ്യനെന്ന് പറഞ്ഞ് ഞാൻ ഏതുമില്ലേ, ഞാൻ ഒന്നുമില്ലേ എന്ന് പറഞ്ഞ് ദൈവത്തിന് മുൻപാകെ വീഴുന്നവരിലൂടെ മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് കഴിയത്തുള്ളൂ. Having the crown is a good thing. You can have many crowns in your life, but just like how we see in Revelation, as the elders dropped their crown before him and fell down before him, bowed down before him, unless we drop our crowns and fall down before him, he will not be able to use us. ആമേൻ. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നതാ ഏറ്റവും നല്ലത്. David once mentioned that it is better to fall in the hands of the Lord. കുറവുകൾ സംഭവിക്കാം, ബലഹീനത സംഭവിക്കാം, പോരായ്മകൾ സംഭവിക്കാം. എന്നാൽ ദൈവത്തിന് മുൻപാകെ വീഴാൻ ഒരു മനസ്സുണ്ടെങ്കിൽ, താഴാൻ ഒരു മനസ്സുണ്ടെങ്കിൽ, അവിടെയാണ് നീയാകുന്ന വിത്തിനെ മറ്റൊരു തലത്തിൽ ദൈവത്തിന് മാറ്റാൻ കഴിയുന്നത്. We might have failures, we might have mistakes, we might have certain sins creeping into our life. But if we have the willingness to fall before the presence of God, to surrender before the presence of God, then only it is that moment that God will be able to use us in mighty ways. പലരും പറയാറുണ്ട്, ചിലരൊക്കെ പറയാറുണ്ട്, എൻ്റെ രീതി ഇങ്ങനെയാണ്, ഞാൻ ഇത് മാറ്റുന്നില്ല. I have heard many people say that this is the way I do things and I am not going to change it. നീ പാസ്റ്റർ ആര് പ്രസംഗിച്ചെന്ന് പറഞ്ഞാൽ എനിക്കെന്തോണ്ട്, എൻ്റെ ഒരു രീതിയുണ്ട്, എൻ്റെ ഒരു ഞാൻ കെട്ടിപ്പൊക്കിയിരിക്കുന്ന ഒരു സിസ്റ്റമുണ്ട്, അതിൻ്റെ അപ്പുറത്തോട്ട് ഞാൻ എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. And they say that even if any elder or even pastor preaches and delivers this message, I will not change. I have certain patterns, I have certain styles, I have certain ways in which I have built up my life. I am not going to change it. ആമേൻ. ദൈവത്തിന് മുമ്പാകെ വീണില്ലെങ്കിൽ മറ്റൊരുത്തൻ കടന്നു പോയിട്ട് പറയും, നീ എൻ്റെ മുമ്പാകെ അങ്ങ് വീണ് ഇതെല്ലാം നിനക്കങ്ങ് തരാമെന്ന്. If you do not fall before the Lord, then there is someone else who will come to you and say that you fall before me, I will give you all these things. Praise the Lord. ഇന്ന് പകൽക്കാലം കുഞ്ഞേ അമിസ്തോത്രം പിശാചിന് മുൻപിൽ, ലോകത്തിന് മുൻപിൽ, പാപത്തിന് മുൻപിൽ മുട്ടുകുത്തുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിന് മുൻപാകെ വീഴാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, ദൈവത്തിന് മുൻപാകെ മുട്ടുകുത്താൻ നിനക്ക് കൃപയുണ്ടെങ്കിൽ, ഉലകത്തിൽ മറ്റൊന്നിന്റെ മുൻപിൽ നിന്റെ മുട്ടുമടക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. അതുകൊണ്ട് അവൻ വിത്തുകൾ ദൈവത്തിന് മുമ്പാകെ വീഴുവാനിടയായി തീരണം. My dear child, if you do not bow down before, if you do not want to kneel down before this world, do not want to kneel down before the Satan, do not want to kneel down before the sins, you have to surrender yourself. You have to have the willingness, a willing heart to surrender before the Lord, to fall before the Lord Almighty. And if you do that falling before the presence of God, then Amen. He will not allow Hallelujah. you to kneel down before Hallelujah. any of the evil forces of this world. He will not Amen. let you down. Thank you, Lord. Hallelujah. Hallelujah. ഈ മാസത്തിന്റെ അവസാനത്തെ 3 ദിവസം വീഴുന്ന കാര്യമല്ല പറഞ്ഞത്. ഡിസംബർ 31 എല്ലാവരുടെ സഭയായിട്ട് വീഴും. ആ വീഴ്ചയല്ല പറഞ്ഞത്. എല്ലാ ദിവസവും ദൈവത്തിന് മുമ്പാകെ നീ അങ്ങ് വീഴണം. കർത്താവേ, എനിക്ക് കൃപ വേണം, എനിക്ക് അഭിഷേകം വേണം, എനിക്ക് ദൈവശക്തി വേണം, എനിക്ക് നിലനിൽക്കണമെന്ന് പറഞ്ഞ് വീഴാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, മുട്ടുമടക്കാൻ മനസ്സുണ്ടെങ്കിൽ, അതാണ് നിന്നിൽ വളരെ ഫലം കഴിപ്പാൻ ഇടയാകുന്ന ആദ്യത്തെ ആരംഭം എന്ന് പറയുന്നത്. I'm not mentioning about falling before the Lord during the month and fasting prayer or the year-end fasting prayer. I'm not talking about falling once in a week. If you are willing to fall before the Lord, Hallelujah. kneel down before the Lord every single day, asking God, please sustain me, asking God, please help me, asking God, please, I want to be productive for you, then that is that fall that you make
make before the presence of God will qualify you Amen. to be productive and fruitful in Hallelujah. this kingdom. ആമേൻ. കുഞ്ഞെ, നമ്മുടെ ആരാധന കുഞ്ഞാടിന്റെ മുൻപിൽ വീണ് കിടക്കണോ? നിന്റെ സകലതും സമർപ്പിക്കണോ? നിന്റെ മഹത്വം, നിന്റെ പദവി, നിന്റെ വിദ്യാഭ്യാസം, നിന്റെ കഴിവ്, നിനക്കുള്ളത് മുഴുവൻ അവന്റെ മുൻപിൽ വീണ് കിടന്നിട്ട് കുഞ്ഞാട് നീ യോഗ്യനെന്ന് പറഞ്ഞ് നീ വീഴുവാൻ തയ്യാറായാൽ നിന്റെ മേൽ പരിശുദ്ധാത്മാവ് തന്റെ കരം വെക്കുവാനിടയായി തീരും. If you are surrendering before the Lord Almighty, if you are ready to drop down your qualifications, your eligibilities, your achievements, your wealth, all those things that you have in your life, if you are able to, if you are having that willingness to drop down all those crowns in your life before Him, fall down before Him and say that, Lord, you are worthy. If you are surrendering before Him and proclaim His name, then Holy Spirit will lay upon you. Holy Spirit will bring power upon you and will deliver you. Holy Spirit will empower you. Praise the Lord. Hallelujah. ദൈവം മുമ്പാകെ വീഴുന്നവന്റെ ആരാധനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. There is ദൈവം something, മുമ്പാകെ താഴുന്നവന്റെ സമർപ്പണവും ജീവിതത്തിനൊരു വ്യത്യാസമുണ്ട്. കാരണം അവന് പുകഴാൻ ഒന്നുമില്ല, അവന് പ്രശംസിപ്പാൻ ഒന്നുമില്ല. അവൻ അറിയാൻ നിൽക്കുന്നത് കൃപയാണ്, നിർത്തിയത് ദൈവമാണ്. ഇവിടെ വന്നത് ദൈവം കൊണ്ടുവന്നതല്ലേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം തന്നതല്ലേ. അതൊക്കെ ഓർക്കുമ്പോൾ എങ്ങനെ വീഴാതിരിക്കാൻ പറ്റും? ഇന്നിപ്പോ ദൈവം ആഗ്രഹിക്കുന്ന ഒരു താഴ്മ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു സമർപ്പണം there is something peculiar about the one who falls down in the presence of God. The one who falls down in the presence of God knows that what he is, what he has become, is not because of his merit, not his achievements. It is a grace of God. It is what that God has given in his life. He will have that humbleness. He will have that surrendering attitude before the God Almighty. So this അപ്പോൾ ദൈവത്തെ അറിഞ്ഞെന്ത് ചെയ്യണം? ദൈവത്തിന് മുമ്പാകെ വീഴണം. So listen carefully. You should know God and fall before His presence. അപ്പോൾ തന്നെ നാം വീഴേണ്ട പോലെ വീണില്ലെങ്കിൽ വീഴ്ത്താനായിട്ട് മറ്റൊരുവന് ഉണ്ടെന്ന് മനസ്സിലാക്കിക്കോ. At the same time, you should be aware that if we are not falling before the Lord Almighty in the way we should do it, there is someone else who is waiting to make you fall. ഇനിയും ദൈവത്തിന് മുമ്പാകെ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവൻ, ദൈവത്താൽ കണ്ടവൻ, ദൈവത്തിനുണ്ട് പ്രയോജനപ്പെടുവൻ പിടിതരാതെ ഓടിയാൽ അവനെ വീഴ്ത്താനും ദൈവത്തിനറിയാം. And if the one who is called and separated, the one who carries the mission of the Lord, if you are not giving hold for the Lord Almighty, if you are not getting aligned with the purpose of God and not waiting for that and running your life, then there is a way that God has in his methods to make you fall. I mean പൗലോസ് അല്ലെങ്കിൽ ശൗൽ എന്ന് പറഞ്ഞവൻ ആരുടെ മുമ്പിൽ വീഴാത്തവനായിരുന്നു. പക്ഷെങ്കിൽ കർത്താവിൻ്റെ ടൈം ആയപ്പോൾ എന്ത് ചെയ്തു? ഒരു വെളിച്ചം അങ്ങോട്ട് അടിച്ചതേ ഉള്ളൂ, തന്നെ അവൻ നിലത്ത് എന്ത് ചെയ്തു? ദൈവം മുമ്പാകെ എന്ത് ചെയ്തു? ഓടുന്ന പകൽക്കാലം ഓർത്തോണം, സമയം കിട്ടുമ്പോൾ ദൈവാത്മാവ് ഇടപെടുമ്പോൾ വീഴുന്നത് നല്ലത്. നീ വീഴാതിരുന്ന പിശാച് വീഴ്ത്താൻ ശ്രമിക്കും. ഇല്ല, ദൈവത്തിന് പിടിതരാതെ പോയാൽ നിന്നെ വീഴ്ത്താനും ദൈവത്തിന്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആദ്യം ഞാനാകുന്ന, നമ്മളാകുന്ന വിത്ത് അത് ഫലവത്താകണമെങ്കിൽ ഒന്ന് ദൈവം മുമ്പാകെ വിത്ത് തനിയെ ഇരുന്ന പ്രയോജനമില്ല. നിലത്ത്, ഒന്ന് ഉറക്കെ പറഞ്ഞേ, നിലത്ത്. Apostle Paul, before in his past, while he was Saul, he was someone who will never bow before anyone, who will never fall before anybody. But at the entrance of Damascus, when the light of the glory of God fell before him, then he fell down, he kneeled down. There is a way that God has to make you fall. If we do not fall down before Him, carrying the purpose and mission of God, He will make us fall down. ആമേൻ, സ്തോത്രം. വൃക്ഷമായി തീരേണ്ട പല വിത്തും ഇങ്ങനെ ഷെൽഫിനകത്ത് ഇരിക്കുക, കണ്ണാടിക്കൂട്ടിനകത്ത്
നല്ല ബാഗിനകത്ത്, നല്ല പളുങ്കു പാത്രത്തിനകത്ത് അടച്ച് സുരക്ഷിതമായിട്ട് ഇരിക്കുകയാണ്. കുഞ്ഞിന്ന് പകലക്കൽ അവിടെ ഇരുന്നാൽ നമുക്ക് എല്ലാവർക്കും ആ കംഫോർട്ട് ലൈഫാണ് ഇഷ്ടം അല്ലേ? ജോലി ചെയ്യുക, കാശ് കിട്ടുക, അമീൻ വീക്കെൻഡ് ആകുമ്പോഴത്തേക്ക് ബർഗർ കിങ്ങിൽ പോവുക, അമീൻ സ്തോത്രം, ഇങ്ങനെ സെയിൽ വരുമ്പോഴത്തേക്ക് വാരി കോരി തുണി മേടിക്കുക, ചെരുപ്പ് മേടിക്കുക, ഇങ്ങനെ അമീൻ സ്തോത്രം പ്രയോജനപ്പെടേണ്ടതെല്ലാം കൂടെ നല്ല കണ്ണാടിക്കൂട്ടിനകത്ത് കംഫോർട്ട് സോണിനകത്ത് ഇങ്ങനെ ഇരിക്കുക. പക്ഷെങ്കിൽ ഇന്ന് പകൽ ആ ഒരു ജീവിതമല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. നിങ്ങളൊക്കെ ഒരു വലിയ ഫലം കായ്ക്കുന്ന വൃക്ഷമായി തീരേണ്ട വിത്തുകൾ ഇരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഈ വിത്ത് ഇട്ട് തരുന്നത് ദൈവത്തിന് മുമ്പാകെ ഒന്ന് വീണ് കൊടുത്താൽ നിങ്ങൾ പോലും അറിയാത്ത വലിയ മാറ്റങ്ങൾ നിങ്ങളിൽ സംഭവിപ്പാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കും. Many of the grains who are sitting here are sitting in the shelf, in a beautiful shelf. But if it remains in the shelf, which are supposed to become trees and bear many fruits, many more grains, if these grains remain in the shelf, it is unfruitful for the kingdom of God. Unless we desire, unless we have that willingness to fall down, come out of our comfort zone. We like shopping, we like our job, we like our comfort zone. We need to come out of that comfort zone and be ready to and be willing to fall down. Unless we fall down, we will not be productive. God will not be able to make us productive and become many grains. അവർ രണ്ട്, ഈ വിത്ത് നിലത്ത് വീഴുക എന്ന് പറഞ്ഞാൽ ഇത് മണ്ണിനകത്തോട്ട് എന്ത് ചെയ്യുക? മറയപ്പെടുകയാണ്. മണ്ണിനകത്തോട്ട് വിത്ത് കുഴിച്ചിടുകയാണ്. And when the seed falls into the ground, it is being buried in the soil. Praise the Lord. ഇവിടെ തൊട്ട് മറ്റൊരു പ്രശ്നമുണ്ട്. നമ്മൾ പെട്ടെന്ന് വിചാരിക്കും നഷ്ടമായി പോയി. കാരണം ഇപ്പോൾ എന്ത് കാണാനില്ല, ഈ വിത്ത് കാണാനില്ല. ഇതിപ്പോൾ എവിടാണ്? മറഞ്ഞ മണ്ണിനകത്താണ്. ഇപ്പോൾ ഒരു പിടിയും കിട്ടുന്നില്ല. ഇത് എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. And there is something that happens suddenly here. The situation changes drastically. You can see that the seed which fell on the ground is hidden in the soil now. It is buried. It is nowhere seen. And we have no clue of what is happening underneath. നമ്മൾ ആരുടെ മുമ്പിലാണ് വീണേ? Whom did he fall before? ദൈവത്തിന് മുൻപാകെ, ദൈവ സാന്നിധ്യത്തിനകത്ത് ചില സമയത്ത് കർത്താവ് നമ്മളെ മറച്ചു വെക്കുന്ന ഒരു ടൈമുണ്ട്, ഹിഡൻ ടൈമുണ്ട്. നമുക്ക് മനസ്സിലാകത്തില്ല എന്നാ സംഭവിക്കുന്നത്, ചുറ്റുപാടുള്ളവർക്ക് മനസ്സിലാകത്തില്ല എന്നാ സംഭവിക്കുന്നത്. ചിലർ വിചാരിക്കും അത് പോയി, അതിൻ്റെ കാലം കഴിഞ്ഞു, അത് നഷ്ടമായി. അല്പസമയത്തേക്ക് ഒരു ഹിഡൻ നമുക്ക് തിരിച്ചറിയാത്ത ചില സമയങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്തുണ്ട്. Where did this seed fell before, or before whom we are falling down? We fall before the presence of God. And there are times in our spiritual life that when we fall before the presence of God, then He will keep us hidden. He will keep us hidden in a spiritual realm where we have no idea of what is happening. The people around us are not able to make out what is happening in our life. There are some situations like that in our life. നമുക്കറിയാത്ത ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ചില ക്രിയകൾ ഈ മണ്ണിന്റെ അടിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാ. ഇതാർക്കും കാണാൻ കഴിയത്തില്ല, ഇതാർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ദൈവത്തിന് ഒരു കരമുണ്ട്, ദൈവത്തിന് ചലനമുണ്ട്, ഒരു ട്രാൻസ്ഫോർമേഷന്റെ ബിഗിനിങ് ആണ്. ചില ഹിഡൻ ടൈം എന്ന് പറയുന്നത് എന്നേക്കും മറച്ചു വെക്കാനല്ല, എന്നേക്കും മറഞ്ഞിരിക്കാനല്ല. നീ അറിയാതെ നിന്റെ അകത്ത് മറ്റൊരു ട്രാൻസ്ഫോർമേഷന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവിന്റെ കരം ചലിക്കുന്ന ഉലകത്തിലെ ഒരു വ്യക്തിക്കും അറിയാൻ കഴിയാത്ത ചില ദൈവ പ്രവർത്തനത്തിന്റെ ടൈമാണ് ഈ മറയപ്പെട്ട സമയം എന്ന് പറയുന്നത്. When the seed is underneath the soil, a miracle of creation happens within the seed. A transformation happens within the seed, that it start to sprout, it start to gain life. There is a transformation while we are hidden in spirit. When God hides us in a spiritual realm, there is such a transformation that we cannot understand is happening in our life. God is making certain changes in our life that will transform our entire spiritual makeup into a much productive manner. വീഴുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, കാത്തിരിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഒരു സമയത്തേക്ക് മനസ്സിലാകുന്നില്ല
എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. We are ഒരു മറയപ്പെട്ട ഒരു ഡാർക്ക് ഏജ് പോലെ ഒന്നും പിടികിട്ടുന്നില്ല, ഒന്നും മനസ്സിലാകുന്നില്ല. പക്ഷെങ്കിൽ ഇന്ന് പകൽക്കാലം ഓർത്തോണം, അവൻ ദൈവ മുമ്പാകെയല്ല വീണത്, ദൈവ സാന്നിധ്യത്തിനകത്തല്ല ഇരിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല, ആരാധിക്കാൻ പറ്റുന്നില്ല, പ്രശ്നങ്ങൾ കുറയുന്നില്ല, രോഗങ്ങൾ സൗഖ്യമാകുന്നില്ല, വിഷയങ്ങൾ ഒന്നിനു പുറകെ ഒന്ന്. പക്ഷെ ആർക്കും അറിയത്തില്ല നീ കടന്നു പോകുന്ന, ഹൃദയത്തിനകത്തൂടെ കടന്നു പോകുന്ന ആമിശ്വർ ഈ യുദ്ധങ്ങൾ നീ ഇതിനകത്ത് ഇങ്ങനെ മറഞ്ഞിരിക്കുക. പക്ഷേ ഇന്ന് പകലക്കാൽ കുഞ്ഞെ നീ ഓർത്തോണം, ആമിശ്വർ നീ അറിയാത്ത ചിലത് നിന്റെ ആമിശ്വർ ആ മറയപ്പെട്ട മണ്ഡലത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുന്നുണ്ടെന്ന് വളരെ ശക്തമായി പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി ദൂത് പറയുകയാണ്. അവൻ നീ മറന്നതല്ല, നിന്നെ തള്ളിക്കളഞ്ഞതല്ല, നിന്നെ ഉപേക്ഷിച്ചതല്ല. അടുത്തൊരു ജീവൻ, അടുത്തൊരു ട്രാൻസ്ഫോർമേഷൻ, അടുത്തൊരു ദൈവിക പദ്ധതി ഇന്ന് മറഞ്ഞിരിക്കുന്ന നിന്നിലൂടെ പുറത്തു വരാൻ പദ്ധതിയുണ്ടെന്ന് ദൈവജനം മറന്നു പോകരുത്. While we are hidden in the soil, while we are hidden in that spiritual realm, we may face situations that our prayers are not answered. We are falling down before the Lord. We are staying in the presence of God. We are praying every single day, every single moment. But we see at certain moments, we see that our prayers are not answered. We are not receiving that healing. The problems are not getting resolved. Everything remains the same. What is happening with the prayer? We may feel that God is not listening to our prayer. We may feel that God is not hearing me. Something is wrong with me. But my dear child, Holy Spirit is speaking very, very specifically to some of you that God has not forgotten you. Holy Spirit has not left you. He is making something new. He is changing you. He is transforming you. And if you are surrendering before God and be willing for that transformation, He will bring about that change. I mean, hidden seasons are holy seasons. എന്ന് പറയുന്നതൊക്കെ മനസ്സിലായി. മറയപ്പെട്ട സമയങ്ങളാണ് ശരിക്കും നിന്നെ ഒരുക്കിയെടുത്ത സമയങ്ങൾ. ഞാൻ എത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ദൈവത്തിൻ്റെ പൈതലേ, അവൻ നീ അറിയാത്തൊരു ട്രാൻസ്ഫോർമേഷൻ ഈ ഹിഡൻ ടൈമിൽ ദൈവാത്മാവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിരാശപ്പെടരുത്. അവൻ ഇട്ട മണ്ണിൽ നിന്ന് നീ പുറത്തു വരും. ആമിഷ വീണ് കിടക്കിടത്തൊന്ന് എഴുന്നേൽക്കും. ആ എഴുന്നേൽക്കുന്നതിന് മുൻപ് ഒന്ന് വീണെന്നേ ഉള്ളൂ, എഴുന്നേൽക്കുന്നതിന് മുമ്പ് മറച്ചെന്നേ ഉള്ളൂ. നിന്നെ ശക്തീകരിക്കാനുണ്ട്, നിന്റെ അകത്ത് കൃപ പകരാനുണ്ട്, നിന്റെ മേലെ ഒരു അഭിഷേകം പകരാനുണ്ട്. അതിനു വേണ്ടി മറച്ചെന്നേ ഉള്ളൂ. അല്പസമയം കഴിയുമ്പോൾ നീ ജീവൻ പ്രാപിച്ചു പുറത്തു വരും. അതുകൊണ്ട് ഇത് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ വിത്തുകളെ ദൈവ സാന്നിധ്യത്തിൽ മറയപ്പെടുവാൻ നീ തയ്യാറാകുക. യേശുവിന്റെ നാമത്തിൽ മറയപ്പെട്ടത് മുഴുവൻ പുറത്തു വരട്ടെ, മറഞ്ഞിരിക്കുന്നത് മുഴുവൻ യേശുവിന്റെ നാമത്തിൽ. Children, do not be saddened while you are hidden, in your hidden position. Remember, God is making a transformation. God is making a new creation within you, and God is not keeping you hidden forever. Amen. You will not be left Amen. out forever. You are in a transformative Amen. business. Yes. And you will come out. Yes. You will come out of that soil. You will come out of that Hallelujah. hidden with a new ministry, Amen. with a new calling, with a new mission. Thank you, in the Jesus. name of Jesus. Hallelujah. In the name of Jesus. Hallelujah. Holy Spirit is calling out families. Holy Spirit is calling out ministries from within you. You will come out in the name of Jesus. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഇന്ന് മൂടിക്കിടക്കുന്ന സകല മണ്ണും അതിന് പൊളിച്ചു നീ പുറത്തു വരുമെന്ന്. അത് ഭാരമായിക്കോട്ടെ, നിരാശയായിക്കോട്ടെ, എന്തെല്ലാമാണോ നീയാകുന്ന വിത്തിന്റെ മുകളിൽ കിടക്കുന്നത്, അത് മറഞ്ഞിരിക്കുന്ന മാത്രം വിചാരിച്ചാൽ മതി. ഇത് പൊളിച്ചു നീ പുറത്തു വരും. ഒന്ന് പറഞ്ഞേ, ഇത് പൊളിച്ചു നീ പുറത്തു വരുമെന്ന്. ഇത് പൊളിച്ചു നീ പുറത്തു വരും. ഇന്ന് പകലക്കാലം യേശുവിന്റെ നാമത്തിൽ ഈ ദൂത് ദൈവ സഭയെ നോക്കി ആത്മാവിൽ കൽപ്പിക്കുകയാണ്. മറഞ്ഞിരിക്കുന്ന പൊളിച്ച് ജനം പുറത്തു വരട്ടെ.
My dear child, Holy Spirit is encouraging you. Holy Spirit is mentioning that you, the seed, might be buried with many things. Maybe it is the sadness, maybe it is sickness, maybe it is your loneliness and rejections and failures and mistakes that are burying you. But you will not be remain hidden under that. There is a time coming, you will break open what is burying you and you will come out. God will bring you out. My dear child, the one who has the vision, the one who has the gift, the one who has the mission cannot be hidden forever. You will come out in the name of Jesus. ആമേൻ. യോസഫ് മിസ്രൈമിൽ ഫലപ്രദമായ വൃക്ഷമായത് ഒരു കാരാഗ്രഹത്തിനകത്ത് അടയ്ക്കപ്പെട്ടതിന് ശേഷമാണ്. Joseph in Egypt, he became a fruitful tree, a very productive person in Egypt after he was imprisoned. 10-13 വർഷം എവിടാന്ന് അറിയത്തില്ലായിരുന്നു. For almost 13 years, there was no idea where he was. അവൻ എന്തെല്ലാമായിരുന്നു ആ വിത്ത് പുറത്തു വരാൻ കഴിയാതെ അവന്റെ മീതെ കിടന്നത്. What all things were there above him, covering that seed, hindering the seed from coming out. അങ്ങേയറ്റത്തെ അപവാദം തൊട്ട് സകലതും ഈ വിത്തിന്റെ മീതെ കിടപ്പുണ്ടായിരുന്നു. From many accusations to many problems and troubles, there were many things above this grain. വില്ലാളികൾ ഒരുപാട് വിഷമിപ്പിച്ചു. Many people tortured him. ഒരുപാട് കരഞ്ഞു. He cried a lot. ഒരുപാട് വേദനിച്ചു. He was hurt a lot. പക്ഷേ ആ വൃക്ഷത്തെ ദൈവം വളർത്തി കേട്ടോ. But God made that grain sprout and grow. മതിലിന്റെ മീതെ പടർത്തക്ക രീതിയിൽ ഒന്ന് അടയ്ക്കപ്പെട്ടു, ഒന്ന് ബറീഡായി മണ്ണിന്റെ അടിയിലായിരുന്നു. എന്നാൽ ദൈവത്തിന് ടൈമായപ്പോൾ ദൈവം പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇന്ന് പകലക്കാലം വിശ്വസിക്ക് ചിലതിന്റെ കുരി കഴിയുകയാണ്. യോസഫുമാര് പുറത്തു വരേണ്ട സമയമായി. വൃക്ഷങ്ങളായി തീരേണ്ട പലതും ഇങ്ങനെ വിത്തായിട്ട് അടിയിൽ കിടക്കുകയാണ്. ഈ ദൂതാത്മാവിൽ കൽപ്പിക്കുകയാണ്, നീ പുറത്തു വരും, നീ പുറത്തു വരും. വെറും വൃക്ഷമായിട്ടല്ല, ഫലപ്രദമായ വൃക്ഷം. അതിനുവേണ്ടി നീ അടയ്ക്കപ്പെട്ടതേ ഉള്ളൂ, അതിനുവേണ്ടി മറയപ്പെട്ടതേ ഉള്ളൂ. നീ പുറത്തു വരുമെന്ന് ദൈവാത്മാവ് ദൂത് പറയുകയാണ്. നീ അനുഭവിച്ച വേദന, നീ അനുഭവിച്ച യാതന, നീ അനുഭവിച്ച നിന്ദകൾ നിന്നെ ഒടുക്കി കളയുകയല്ല. നീ പൊന്നുപോലെ പുറത്തു വരുവാ. The pain you suffered while being hidden, it is not in vain. It is not in vain that you suffered that pain. Joseph was hidden for a moment, hidden for a while, but it was for a purpose. It is to bring him out. And in the right moment, when God brought him out, no one could stop him. No one could stop him. There are many Josephs sitting here. God wants to bring you out. God do not want you to be hidden for long. God wants you to bring you out. And when you come out, you are going to bear much fruit. Hallelujah. Praise the Lord. Hallelujah. പാട്ടുകൾ എന്നെ മനസ്സിലോട്ട് വരുന്നുണ്ട്. സമയം കത്രമേശയുണ്ടല്ലോ, ഞാൻ നിർത്തട്ടെ. ശ്രദ്ധിച്ചേ, ഏലിയാവ് ഒരു ചില സമയത്തേക്ക് മറഞ്ഞിരുന്നു. മറച്ചു വെച്ചു ദൈവം. ശുശ്രൂഷ പോയത് കൊണ്ടല്ല, ശുശ്രൂഷ ഇല്ലാഞ്ഞിട്ടുമല്ല. പക്ഷെ കർത്താവ് ഒരു കർമ്മയിൽ വെളിപ്പെടുന്നതിന് മുൻപ് അവനോട് പറഞ്ഞു, നീ പോയി മറഞ്ഞിരിക്കാൻ പറഞ്ഞു. കെരീതിനകത്തും സാരാഭത്തിലൊക്കെ പോയി ഏലിയാവ് എന്ത് ചെയ്യുകയാണ്? അവനെ മറച്ച് ദൈവം വെച്ചിരിക്കുക. ഒരു ശുശ്രൂഷയില്ല, ഒന്നുമില്ല.
അമിൻ സ്തോത്രം, അമിൻ സ്തോത്രം ഇങ്ങനെ ഇരിക്കുക. പക്ഷെ എന്തിനാണെന്നറിയാമോ? ആർക്കും ഒന്നും പിടികിട്ടിയില്ല. പക്ഷെങ്കിൽ ഒരു വലിയ കർമ്മേൽ ദൈവം ഒരുക്കുന്നുണ്ട്. ഒരു തീ, സ്വർഗത്തിൽ തീ ഇറങ്ങുന്നതിന് മുൻപ് അവൻ മറച്ചു വെച്ചത് ആമി ശുശ്രൂഷ കഴിഞ്ഞത് കൊണ്ടല്ല, ആമി അതിലും ശക്തമായ ഒന്നിനു വേണ്ടി നിന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക. ഞാൻ പലത്രക്ക് മനസ്സിലാകുന്നുണ്ട്, ഇന്നൊന്നും വെളിപ്പെടുന്നില്ല, ഇന്നൊന്നും കാണുന്നില്ല. പക്ഷെ ഇല്ല, ദൈവം മറച്ചു വെച്ചതാണെങ്കിൽ, ദൈവത്തിന് മുമ്പാകെ വീണതാണെങ്കിൽ നിന്നെ അങ്ങനെ വിടത്തില്ല. മറ്റൊരു ദൈവിക പദ്ധതിയുമായി നീ എഴുന്നേൽക്കുന്ന ദിവസമുണ്ടെന്ന്. Hallelujah. Look at the life of Elijah. You can see that he was hidden by God. He was hidden by the Spirit. You can see his experiences in Kerith with Zarephath. You can see multiple instances where he was hidden. There was no ministry in his life. There was Hallelujah. nothing in his life. It doesn't mean that his ministry has come to an end. But Hallelujah. he was being hidden for a mightier ministry, a Carmel, a ministry at Carmel, the fire coming down, the presence of God coming down, taking victory over other forces. Such a great ministry was upon him, and that is why he was hidden. When you are hidden, when God is keeping you Jesus. hidden without any ministry, it doesn't mean it has come to an end, my dear. God is preparing you, transforming you for a mightier ministry. ഒരു കർമ്മേൽ ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? How many of you believe there is a Carmel in your life? ഈ അധികം മറച്ചതിനെ ഞാൻ ശക്തമായിട്ട് ഉപയോഗിക്കുന്നു. The more you are hidden, the mightier God is going to use you. ആമേൻ സ്തോത്രം. ദൈവം മറയ്ക്കും, അപ്പോൾ തന്നെ പിശാചും പോരാടും കേട്ടോ. ഇതേ ലെവലിൽ ഇസബേലിന്റെ വാക്കിന് മുൻപിൽ തന്നെത്താൻ എവിടെ പോയി മറഞ്ഞു? ചൂരച്ചയുടെ ചവിട്ടിപ്പോയി മറഞ്ഞു. അപ്പൊ എല്ലാം മറച്ചിലും എന്തല്ല, ദൈവം മറച്ച അതിൻ്റെ അകത്ത് എന്തോ ഉണ്ട്, ഒരു ടൈമിംഗ് ഉണ്ട്, എൻ്റെ ഒരു ശുശ്രൂഷയുണ്ട്. പിശാച് ചിലത് മറയ്ക്കുന്നത് ശുശ്രൂഷയ്ക്കല്ല, അവനെ എന്നേക്ക് തീർത്ത് കളയാണ്. ഇത് രണ്ട് തിരിച്ചറിഞ്ഞോണം. ദുഷ്ടപിശാച് മറച്ചാൽ അവൻ ഒരു ഗ്യാരണ്ടി ഉണ്ട്, അവൻ സമയത്തിന് മുൻപേ നിന്നെ എടുക്കാൻ സമ്മതിക്കത്തില്ല. നീ പൂർത്തീകരിക്കാൻ സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. അത് മറ്റൊരു ദൂതാണ്. സ്തോത്രം. You should be able to discern this hiding that happens in our life. There is a hiding God brings in our life. There is also another hiding that Satan brings. Look at the life of Elijah. When he was scared of Jezebel, he ran and went into hiding. That hiding is not being hidden in the presence of God or by the Spirit. There are many hiding that we get into with our fear, which Satan brings. We should discern that, and if we fall into the presence of God and hide in his presence, then he will be able to bring forth that goodness in our life. കുഞ്ഞ്, പിശാച് മറയ്ക്കുമ്പോ മറയേണ്ടവനല്ല നിങ്ങൾ ആരും കേട്ടോ. You are not, പ്രാർത്ഥിക്കരുത്, നീ ആരാധിക്കരുത്, നീ ശുശ്രൂഷിക്കരുത്, എവിടെങ്കിലും പൊക്കോളാൻ പറഞ്ഞു ഓക്കെ എസ്സാർന്ന് പറഞ്ഞ് ചൂരച്ചയുടെ ചവിട്ടി പോയി കിടക്കരുതെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവം മറച്ചു വെക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. പക്ഷെ പിശാച് മറച്ചാലുണ്ടല്ലോ, ഒരിക്കലും എഴുന്നേക്കാൻ പറ്റാത്ത പരുവത്തില്ല നിന്നെ മറയ്ക്കാൻ പദ്ധതി ഇടുന്നത് കൊണ്ട് ഇന്ന് പകലക്കാലം ആമേൻ സ്തോത്രം ആത്മാവിൽ ചടകൊടഞ്ഞ് ചിലത് എഴുന്നേൽക്കാൻ പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. when God hides, there is a purpose behind that hiding. There is a purpose of making behind that hiding. But when Satan is trying to make you hide, go into hiding, then that is to bind you. That is to stop your ministry. That is to make you lame and disabled. So Holy Spirit is encouraging you today, break off that chain of hiding that Satan has brought in your life. Break open those chains and come out. ഞാൻ എപ്പോഴും കുറച്ച് പറയണമെന്ന് വിചാരിക്കുന്നു. ഈ പാവം പിടിച്ചോൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. പക്ഷേ ഈ പറഞ്ഞിങ്ങ് പോകുക. അതുകൊണ്ട് അമിസ്തോത്രം വിഷമിക്കുന്നുണ്ടെന്നറിയാൻ സാരമില്ല. അമിസ്തോത്രം പൗലോസിനെ ഇതുപോലെ ഒരു 3 ദിവസം ദൈവം എന്ത് ചെയ്തു അല്ലേ? ദമസ്കോസിലെ പടിവാതിൽക്ക് ഒരു അടിയല്ല കൊടുത്തത്, എന്താ കൊടുത്തത്? അവനെ നിലത്ത് വീണു. 3 ദിവസത്തേക്ക് ഒന്നും കാണ്ടില്ല, ഒന്നുമില്ല. പക്ഷേ അത് കഴിഞ്ഞൊരു വരവുണ്ട്, പിന്നെ പിടിച്ചാൽ കിട്ടിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാവുന്നുണ്ടോ? ചില സമയങ്ങളിൽ ഈ നമ്മൾ മറയപ്പെടും, നമുക്ക് പോലും മനസ്സിലാകത്തില്ല എന്നാ സംഭവിക്കുന്നത്. പക്ഷെങ്കിൽ അമിസ്തോത്രം പ്രാർത്ഥനയോടെ ഇരുന്നാൽ മതി, മറച്ചവൻ തന്നെ പുറത്തെടുക്കും.
അമ്മ പ്രാർത്ഥിക്കാനും ഒരുങ്ങാനും കൃപ പകരാനും ചില മുഖാന്തരങ്ങളിലൂടെ ആയിരിക്കാം നിന്നെ മറയ്ക്കുന്നത്. പക്ഷെങ്കിൽ ആ ടൈം കഴിയുമ്പോൾ അസാധാരണമായ നിലയിൽ പരിശുദ്ധാത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവരും. Look at the life of Apostle Paul when he fell before the presence of God at the entrance of Damascus. He was blind for 3 days. He was hidden. He was blinded. He had no idea of what is happening in his life. In our life also there are moments of hiding, moments of blindness, moments where we have no idea of what is happening in this spiritual realm. But have trust in God that if we surrender before God, if we offer ourselves before God, then God will break open this hiding, break open this shield in front of us, this veil in front of us, and bring us out. ശ്രദ്ധിച്ചേ, ഞാൻ പറഞ്ഞ പെട്ടെന്ന് നിർത്തരുത്. ഈ ക്ലോക്ക് കാണുമ്പോൾ സങ്കടം വരും. ഇതൊക്കെ ഞാൻ എപ്പം പറഞ്ഞു തീർക്കും അറിയത്തില്ല, എങ്കിലും പറഞ്ഞങ്ങ് തീർക്കാം. നിങ്ങൾ ആരും വിഷമിക്കരുത്. നല്ല ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകണം. അപ്പോൾ ശ്രദ്ധിച്ചാട്ട്, അപ്പോൾ 1 വീണു, 2 എന്ത് ചെയ്തു? മറഞ്ഞല്ലെങ്കിൽ അടക്കപ്പെട്ടെന്നോ മറഞ്ഞെന്നൊക്കെ പറയാം. 3 മറഞ്ഞു കഴിയുമ്പോൾ സംഭവിക്കേണ്ട കാര്യം ഈ വിത്ത് ചാകണം. എന്ത് ചെയ്യണം? വീണത് നല്ലതാ, മറഞ്ഞത് നല്ലതാ, പക്ഷെ എന്ത് ചെയ്യണം? അവിടാണ് ഏറ്റവും വലിയ വിടുതൽ സംഭവിക്കുന്നത്. ഈ നമ്മളെല്ലാം മറഞ്ഞിരിപ്പുണ്ട്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എണ്ണീച്ച് വരുമ്പോൾ പോയ പോലെ തന്നെ ഒരു മാറ്റവും. അതുകൊണ്ട് വിത്ത് എന്ത് ചെയ്യണം? മറച്ച് എന്തിനാ? ചാകാനാ. അവൻ ചിലത് മരിക്കണം. എപ്പോൾ? ദൈവം മറച്ചു വെക്കുമ്പോൾ, കുഴിച്ചിടുമ്പോൾ, മറഞ്ഞിരിക്കുമ്പോൾ. നമ്മുടെ സ്തോത്രം പറഞ്ഞു. So we can see that first the seed should fall, and secondly it should be buried. And while it is being buried, there is another purpose, that is the third one. This seed must die. Why the seed is buried? That there should be certain things in our life that needs to die. Praise the Lord. ഇന്നലെ നമ്മുടെ ജൂലിയൻ ബ്രദർ ഓർപ്പിച്ചതുപോലെ നമ്മുടെ പ്രൈഡ് ആയിരിക്കാം, നമ്മുടെ ബിറ്റർനെസ് ആയിരിക്കാം. ആമിസ്തോത്രമല്ലോയ്യ, ഈ അധികം വളരെ ഫലം പ്രാപ്തിയിലോട്ട് എത്താൻ തടസ്സമായി എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ ഈ മണ്ണിനടി കുഴിച്ചിടത്തില്ലേ, ആ സമയത്തിനകത്ത് ഇത് മുഴുവൻ എന്ത് ചെയ്യണം? ഇത് 10 വർഷം കുഴിച്ചിട്ടാലും ചില വിത്ത് എന്ത് ചെയ്യത്തില്ല, ചാകത്തുമില്ല. അവിടെ ഞാൻ പറയുന്ന സാധനം ഈ ദിവസങ്ങൾ എന്തിനാ മറച്ചതെന്ന് ചോദിച്ചാൽ, ദൈവം പിണഞ്ഞതല്ല, ദൈവം മറന്നതല്ല. ചിലതിന് എന്ത് ചെയ്യണം? മരിക്കണമെങ്കിൽ, ചാകണമെങ്കിൽ, എങ്കിൽ മാത്രമേ ദൈവം ആഗ്രഹിച്ച അടുത്തത് നിന്റെ അകത്തുനിന്ന് കയറി വരത്തുള്ളൂ. ഞാൻ പറയുന്നവർക്ക് മനസ്സിലാകുന്നുണ്ട്. Like how Julian brother was encouraging us the other day, maybe it is the pride that should die. Maybe it is a sin or a bitterness in our life that should die. So while we are buried, we should have all those sin, bitterness, pride, all those things should die within us. Unless it dies, the newness will not come out. നല്ല ശക്തമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? How many of you desire to do a powerful ministry? നിങ്ങൾ ഇതൊന്ന് ഒന്ന് മനസ്സിലാ, വീഴണം, അടക്കപ്പെടണം, ചാകണം. So keep in mind, I should fall down, I should get buried, and I should die. ഇത്ര ഈ ഡൈ ചെയ്താൽ എല്ലാം എന്താവും? ഈ ഡൈയുടെ കാര്യമല്ല പറഞ്ഞത്. ശരിക്കും എന്ത് ചെയ്യണം? If I die, then only the real change will happen. യേശു ജീവിക്കണം. Jesus should live in me. കുറയണം. I should decrease. യേശുവിനോട് ചേർന്ന് നാം മരിച്ചിട്ട് യേശു ജീവിക്കണം. I should be buried with Christ, and then Jesus should live in me. അവൻ മരിച്ചതിന്റെ അടയാളം എന്താ? What is the evidence that he is dead? ഞാനാകുന്ന നിങ്ങളാകുന്ന വിത്ത് ശരിക്കും മരിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ച വിത്ത് അങ്ങനെ ഇരിക്കത്തില്ല, അടുത്ത കിളിർപ്പ് ആ സ്ഥാനത്തുണ്ടാകാനിടയായി തീരും. If the seed that is you and me, if we died properly, if we are dead, then we will not remain the way we were. We should sprout, and a new being will come out of this. അനേകർക്ക് ഫലം കൊടുക്കത്തക്ക മറ്റൊരു വ്യക്തിയായി നീ കയറി വരുവാനിടയായി തീരും. You will emerge as a person who is comforting, who is being beneficial to many people. ഇനി തനിയെ ഇരുന്നാൽ ചാകത്തില്ല, അങ്ങനെ തന്നെ
അങ്ങനെ തന്നെ ഇരുന്നുള്ള പ്രശ്നം കൂടെ പറഞ്ഞ് നിർത്താം. I want to emphasize on one more thing, that if you stay alone and if you are not dying, what will happen? ഈ സഭായോഗത്തിനല്ല എല്ലാവരും വരത്തുള്ളൂ, അതുകൊണ്ട് കേട്ടാൽ പറ്റത്തുള്ളൂ. ഉപവാസ പ്രാർത്ഥനയ്ക്കും ഇടയ്ക്കത്തെ മീറ്റിങ്ങിനൊക്കെ എല്ലാവരും വന്ന് ഇടയ്ക്കിടയ്ക്ക് ഇത് പറഞ്ഞു വിടാം. പക്ഷെങ്കിൽ എല്ലാവരും എപ്പോഴേ വരത്തുള്ളൂ. അവിടെ ഇരുന്ന് കേൾക്കുന്നത് ഏറ്റവും നല്ലത്. ആത്മാവ് പറയുന്നവൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ ചിലർക്ക് ഇത് വീഴാൻ ഇഷ്ടമാണ്, കുറച്ച് സമയത്തൊക്കെ മറയാനും ഇഷ്ടമാണ്. പക്ഷെങ്കിൽ ചാകാൻ, മാറ്റങ്ങൾ വരുത്താൻ, മാനസാന്തരപ്പെടാൻ, ചിലത് വിട്ടുകളയാൻ, ചിലത് നോയെന്ന് വെക്കാൻ, ചിലത് ഉപേക്ഷിക്കാൻ, ഈ മാറ്റങ്ങൾക്ക് മരിക്കാൻ, ചാകാൻ നമ്മൾ റെഫ്യൂസ് ചെയ്താൽ ഒരുപാട് ദോഷങ്ങളും ഉണ്ടാകും. Many people are okay in falling down. They're okay even to go into that hurrying, into that buried position, into that hiding. But some of them are reluctant to die. Some of them are reluctant to leave certain things, to forgive certain things, and to take off, get rid of, rip off certain things from their life. അത് തനിയെ ഇരിക്കും. So they stay alone. ഒരു മാറ്റവും 2025 തുടങ്ങിയപ്പോൾ മുതൽ നെഞ്ചു പൊട്ടി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ എത്രത്തോളം മാറ്റം. എന്തെങ്കിലും ചിലത് ഇങ്ങനെ തനിയെ എന്ത് ചെയ്യും, അവർക്ക് വേണ്ടി മാത്രം എന്ത് ചെയ്യുന്നത്. സഭ വളരുവോ വളരാതിരിക്കുവോ, ആത്മാക്കൾ വരുവോ വരാതിരിക്കുവോ, രോഗം സൗഖ്യമാകുവോ സൗഖ്യമാകാതിരിക്കുവോ, ഇതൊന്നും എൻ്റെ വിഷയമല്ല. എനിക്കെന്ത് ചെയ്യണം? ജോലി ചെയ്യണം, എൻ്റെ കുടുംബം, എൻ്റെ കുഞ്ഞ്, എൻ്റെ ജീവിതം തനിയേ ഇരിക്കും. Some people, they stay alone. They live for themselves. They are more concerned, or they are only concerned about themselves. My job, my profession, my house, my children, everything is about themselves. So they stay alone. ഈ ശൗലിന് അബദ്ധം പറ്റല്ലേ. ശൗല് രാജാവ് പുള്ളിക്ക് വേണ്ടി അങ്ങ് ജീവിച്ചല്ലേ, പുള്ളിക്ക് വേണ്ടി മാത്രമാണ് ജീവിച്ചത്. പക്ഷേ അവസാനം എന്തോ സംഭവിച്ചത്? എൻ്റെ പൊന്നു കൂടെ പറപ്പേ, നാം നമുക്ക് വേണ്ടി ഉള്ളവരല്ല. ഇങ്ങനെ അങ്ങിരിക്കരുത്. ഒന്ന് ചത്തു കഴിഞ്ഞാൽ എത്ര പേർക്ക് പ്രയോജനപ്പെടേണ്ട വൃക്ഷങ്ങൾ ഇവിടെ ഇരിക്കുന്നത്, എത്ര പേർ അനുഗ്രഹിക്കപ്പെടേണ്ടതാ. ഇവിടുന്ന് പകൽക്കാലം ചില മേഖലയിലൂടെ ചാകാനുണ്ടെങ്കിൽ വിട്ടുകൊടുക്കുന്ന കർത്താവ് പൂർണ്ണമായി എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. ക്രിസ്തുവിലൂടെ ആ മരണം സംഭവിച്ചിട്ട് ആത്മാവ് ജീവിപ്പാൻ ദൈവസഭ തയ്യാറാകണം. The mistake that happened in the life of King Saul should not happen in our life as well. He lived for himself. My dear child, you should start be willing to die for him. Be willing to fall, be buried and die. Unless we die, if we are ready to die, then only God will be able to use us. We should not stay alone, being full of oneself with our needs, but let it die, let it go off, and we should be resurrected as a new being, productive for the kingdom. അടുത്ത ഭാഗം നമുക്ക് മറ്റെപ്പോഴെങ്കിലും ഒരു ദിവസം ധ്യാനിക്കാം. കാരണം സമയം നമ്മുടെ മുൻപിലില്ല. ഒരു നിമിഷം കണ്ണുകൾ ദൈവത്തിൽ അടച്ചാട്ടെ. Let's close our eyes in prayer. ആമേൻ. സ്തോത്രം. യേശു കർത്താവ് പറഞ്ഞു, ആമേൻ സ്തോത്രം, ആ ഗോതമ്പ് മണി ഞാനാണ്. Jesus said that kernel of wheat is me. ആമേൻ സ്തോത്രം. കാൽവരി എന്ന ആ മണ്ണിനകത്ത് ആ വിത്ത് ആമേൻ സ്തോത്രം വീഴുവാനിടയായി തീർന്നു. And that grain of wheat fell at the Calvary, at the cross. യേശു കർത്താവ് മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. Jesus Christ died, he was buried, and he resurrected. അതുകൊണ്ട് ആയിരങ്ങൾ ഇന്ന് ഈ കർത്താവിനെ ദൈവത്തെ അറിയുകയാണ്. And because of that, thousands of people are getting to know this salvation. അനേകരുടെ സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷന് കാരണം അന്ന് ആ ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തതാണ്. The reason for the spiritual transformation of many is that grain of wheat fell on the ground and died. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി. The word of God says that if one is in Christ, then he is a new creation, and the past is no more. ദൈവത്തിന് മുൻപാകെ വീഴുവാൻ എത്ര പേർ തയ്യാറാകും? How many of you are willing to fall down before the
presence വളരെ of ഫലം God, കായ്ക്കണമെങ്കിൽ, to bear more നീ fruit. ദൈവത്തിന് മുൻപാകെ വീഴാമെങ്കിൽ ദൈവം നിന്നെ ഉയർത്തുവാനിടയായി തീരും. If you are willing to fall down before the presence of God, then God is ready to lift you up. അവൻ പഴയത് മരിക്കാൻ നീ സമ്മതിച്ചാൽ പുതിയത് നിന്റെ അകത്ത് പരിശുദ്ധാത്മ പകരുവാനിടയായി തീരും. If you allow the old in yourself to die, then God is ready to pour out the new within you. നമ്മളെ തന്നെ സമർപ്പിക്കാൻ തയ്യാറായാൽ അധികം ഫലം ശുശ്രൂഷയിൽ, ആമിഷ കുടുംബ ജീവിതത്തിൽ, എല്ലാ മേഖലകളിലും ഒരധിക ഫലം കായ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. If you are ready to surrender yourself, then Holy Spirit will help you to bear more fruit in your ministry, in your spiritual life, to be more productive. ഞാനാകുന്ന ഈ വിത്തിനെ അമിസർ ഒരിക്കൽ കൂടെ അങ്ങനെ കരുത്തിൽ സമർപ്പിക്കുന്നു എന്ന് എത്ര പേർക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയും? How many of you can pray now? God, this seed is once again surrendering before you. കർത്താവേ, ദൈവം മുമ്പാകെ വീഴുവാൻ, ദൈവത്താൽ മറയപ്പെടുവാൻ, അമിസ്വലം മരിക്കേണ്ടതെല്ലാം മരിച്ച് ആ പുതിയ സൃഷ്ടിയായി മാറുവാൻ എൻ്റെ മേൽ കൃപ പകരണമേ എന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. Let us pray together. God, please pour out your grace upon me so that I will be able to fall down in the presence of God. I will be hidden by God, and let everything that should die within me, let it die. കർത്താവേ, അങ്ങനെ സംഭവിക്കട്ടെ. Lord, let it happen in my life. ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകട്ടെ. Let a transformation happen ചിലതിനെ in my ദൈവം life. മറച്ചു വെച്ചിരിക്കാൻ സ്തോത്രം. Lord, I thank God that He has hidden some of us. ഈ മറയപ്പെട്ട സമയങ്ങളിൽ കർത്താവ് പുതിയത് വരാൻ തടസ്സമായത് മുഴുവൻ മരിക്കുവാനിടയായി തീരട്ടെ. While being hidden, let everything that is a hindrance for the newness to come, let it die. നിലനിൽക്കുന്ന ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന അധികം ഫലം കായ്ക്കുന്ന ഒരു പുതിയ വൃക്ഷമായി ഈ ജനങ്ങൾ മാറട്ടെ. Let these people be transformed into a tree that sustains, into a tree that does not wither, into a tree that bears much fruit. ആമേൻ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. Thank you for listening to our prayer. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ In the name of Jesus. കരം ഉയർത്തി നമ്മുടെ കർത്താവിന് മഹത്വം കൊടുക്കാവേ. Amen. Hallelujah. ആമേൻ. സ്തോത്രം.